കൊല്ലത്ത് കടലേറ്റ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. മുണ്ടയ്ക്കൽ പാപനാശത്താണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വീടുകളാണ് ഈ ഭാഗത്ത് കടലെടുത്തത്. കടലേറ്റത്തിൽ വീടുകൾ നഷ്ടപ്പെടുമ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വത്തിനും അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണത്തിനുമെതിരെയാണ് മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 10-20 ലക്ഷം രൂപ, അപ്പോൾ 15 ലക്ഷം രൂപ ആക്കി തരാനായിട്ട് സാറൊന്ന് ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സാറ് പറഞ്ഞത് എന്നെ MP എന്നുള്ള രീതി വെച്ചിട്ട് ഞാൻ ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം സാർ. പിന്നെ സാറൊന്നും അതിൻ്റെ നിലപാടൊന്നും നമ്മൾ അറിയിക്കുന്നില്ല. നമ്മൾ വിളിച്ചിട്ട് സാറ് പറയാൻ ശരി, അത് പോട്ടെ. സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാവും. അല്ലല്ല, സാങ്കേതിക ബുദ്ധിമുട്ടല്ല. ഇതൊരു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ്. അത് തീരദേശത്ത് നിന്ന് കടലാക്രമണ ഭീഷണി നേരിടുന്നവർ ഒഴിഞ്ഞു പോയാൽ അന്ന് മുതൽ നമ്മളിതിനെ എതിർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അവിടെ നമ്മളൊരു സത്യാഗ്രഹ സമരം നടത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ഈ കടലാക്രമണം രൂക്ഷമായ ഒരു സത്യാഗ്രഹവും വലിയ ജനകീയ പ്രക്ഷോഭമായി മാറി. അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം ഈ നിവേദനം വന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറെ അധികം വർക്ക് അവിടെ നടന്നു. ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭമായി സത്യത്തെ നേരത്തെ നിവേദനം തന്നിട്ടുണ്ടാകാം, അത് കൊടുത്തിട്ടുണ്ടാകാം. അതിനപ്പുറത്തൊരു ജനകീയ സമരമായി ഉയർന്നു വന്നത് ഈ അടുത്ത കാലത്താണ്. വന്നതിന് ശേഷം പറഞ്ഞ ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്ന് ഗവൺമെന്റ് തല യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിലപാടതാണ്. തീരദേശ മേഖലയിൽ ഒരാൾ ഒഴിഞ്ഞു പോയാൽ 3 സെന്റ് വസ്തു പോലും മേടിക്കാൻ കിഴക്ക് പോയി വാങ്ങാൻ കഴിയില്ല. ഇത് നമ്മൾ സ്ഥിരമായി പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ഇന്ന് 7 മണിക്കാണ് ഈ സമരം ഇതായത്. ഇതുവരെ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ADS ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ADM ഇതുവരെ എത്തിയിട്ടില്ല. കളക്ടറും വന്നിട്ടില്ല. സാധാരണ ഇതിൽ സാറ് വിളിച്ചു വരും. നിങ്ങൾ അന്ന് പറഞ്ഞതനുസരിച്ച് അപ്പോഴും തന്നെ ഞാൻ കളക്ടറെ വിളിച്ചു. കളക്ടറും ആ സംഭവം പിറ്റേ ദിവസം വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് നമ്മൾ വന്ന് കണ്ട് സന്ദർശിച്ചു പോയതിനു ശേഷം കളക്ടർ വിളിച്ചു പറഞ്ഞു. കളക്ടർ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റൂ, ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമായിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സബ്മിറ്റ് ചെയ്തതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, ഇതിന് 1-2 രൂപ പോരാ. നിങ്ങൾ ചോദിച്ചാൽ MP ഫണ്ട് ചിലവാക്കാൻ നോക്കുന്നത് MP ഫണ്ട് പരിമിതമാണ്, അത് ചിലവാക്കാൻ കഴിയില്ല. തീരദേശ കോടിക്കണക്കിന് രൂപ വേണം. മാത്രമല്ല ഒരു പ്രോജക്റ്റിന് കൊടുക്കുന്നതിന് ലിമിറ്റുണ്ട്. ആ പരിമിതി ഉണ്ട്. അത് പോട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറും ചീഫ് എഞ്ചിനീയറും ഇറിഗേഷൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ പിറ്റേ ദിവസം വന്നു. അനുമതിയും സാങ്കേതിക അനുമതിയൊക്കെ വാങ്ങിച്ചെടുത്ത് നടപ്പാക്കാൻ അടിയന്തര തീരം പ്രൊട്ടക്ട് ചെയ്യാനുള്ള എമർജൻസി വർക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ എടുത്ത നടപടി. ഇപ്പം ഇതിൻ്റെ അത് പാതി ഫണ്ട് കേന്ദ്രത്തിൻ്റെ അതാ പറയുന്നത്. ഇത് തീരദേശ പരിപാലനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഒരു പ്രോഗ്രാമാണ്. തീരദേശ ഹൈവേയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തമൊന്നുമില്ല. പക്ഷേ തീരദേശ മേഖലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നവർ ഒഴിവാക്കുന്നതിന് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ്. കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ലംസമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കും. അതിന്റെ സ്കീംസ് തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകൾ. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇതേ പ്രശ്നം വനയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ 10 ലക്ഷം രൂപ ചൊഴിപ്പിക്കുകയാണ് വനമേഖലകളിൽ അതിർത്തികളിൽ താമസിക്കുന്നവരെ. നമുക്കിപ്പോൾ ഫണ്ടില്ല. ഈ ടൗണ് നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ ഫണ്ടുണ്ട്. സാറേ നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോഴും ബാക്കിയുള്ള കൊറോണയൊക്കെ വന്നപ്പോൾ ഈ നാട്ടിൽ നിന്നുള്ള ജനങ്ങളാണ് വള്ളമോ മലയായിട്ടൊക്കെ പോയത്. ഇന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാനാണ് ഇവിടെ പാർട്ടിക്കാരില്ലാത്തത്. ജനപ്രതിനിധികളില്ല, പാർട്ടിക്കാരില്ല, സംസ്ഥാന സർക്കാരില്ല. ആരോട് ചോദിച്ചാലും ഒരാളിനെ കുഞ്ഞുണ്ടി കാണിക്കും. അയാളോട് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും. സാറ് പറഞ്ഞൊരു ജനകീയ സമരം ഇതായിട്ടില്ല. സാറേ ഞാനിപ്പോ ഒരു കാര്യം ജനകീയ സമരം ആവാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അല്ല, ഞങ്ങളൊരു ജനകീയ സമരം ആക്കാനാണ് തീരുമാനം. നല്ലത്. ഇതിലും ശക്തമായിട്ട് ആരെയും ഉപദ്രവിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ സമരമാക്കി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ തന്നെ ഞങ്ങളുടെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ സാറേ. ഞങ്ങൾക്ക് പുലിമുട്ട് വേണ്ടെന്നല്ല. ഈ 10-20 വീടുകൾ അവർക്ക് പുനരധിവാസം കൊടുക്കണം. അതിനൊക്കെ ഈ 10 ലക്ഷം 5 ലക്ഷം രൂപയായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു തരണം. അല്ലാതെ വളരെ കളപ്പണിയിലാക്കാൻ പറ്റത്തില്ല. കാരണം 10 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് 15 ലക്ഷം ഉണ്ട്. ഇവിടെ കുറെ വള്ളവും മതി. ഇവിടെ സാറെ കടപ്പുറത്ത് അവരൊക്കെ ജീവിക്കുന്നവരാണ്. അവരവിടെ പോകും. എന്ത് ചെയ്യും?
എവിടെ പോയി കിടക്കും? അവർ വള്ളവും വരെ എവിടെ വയ്ക്കും? അതിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം വേണം. ഇതിനൊക്കെ സാർ ഇതിനൊക്കെ തടയണം ജോഷി. പക്ഷേ ഈ പ്രശ്നമെന്ന് പറയുന്നത് മലപ്പുറം മേഖലയിലെ പ്രശ്നമല്ല, കേരളത്തിലാകെയുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ അവരെ മാറ്റി 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പര്യാപ്തമാണ്. 3 സെൻറ്റ് വസ്തു കിഴക്കോട്ട് പോയാൽ വാങ്ങാൻ കിട്ടത്തില്ല. പൊതുവായി നമ്മളെല്ലാവരും ഉന്നയിക്കുന്ന വിഷയം തന്നെ, അതിനകത്തൊരു തർക്കവുമില്ല. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഏത് സമരത്തിൽ വേണേലും വരാൻ നമ്മൾ തയ്യാറാണ്. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിൽക്കാം. സാറേ ഇതിന്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. അല്ല, ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, MP മാരല്ല തീരുമാനിക്കേണ്ടത്, MLA മാർ, ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. കാര്യം പറയട്ടെ, ഈ തീരദേശത്ത് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് തടയണ വെച്ചിട്ടുണ്ട്. വലിയ ക്യാരി ബാഗിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ചാക്ക് നിറച്ച് തുണിയൊക്കെ ഇട്ട് പൂട്ടി. കാരണം അത് ബീച്ച് സംരക്ഷിക്കാനാണ്. എന്തുകൊണ്ടാണ് സാർ അത് കഴിഞ്ഞിട്ട് 450 കുടുംബങ്ങളോളം താമസിക്കും ഇങ്ങോട്ട് ഒരു 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 ചെറിയ ചാക്കിൽ 50 കിലോയുടെ ചാക്കിനകത്ത് ഇത് വെച്ചാലും മതിയായിരുന്നു. അതെന്താ വയ്ക്കാത്ത? അപ്പോൾ തീര സംരക്ഷണമല്ല അവർ ഉദ്ദേശിക്കുന്നത്, പാർക്കും ബീച്ചും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ജനങ്ങളെ സംരക്ഷിക്കാനല്ല. ഒരു സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇപ്പം ഭരിക്കുന്ന ഒരു സർക്കാരും ഒരു MPയും ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല, അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇന്നലെ മേയർ വന്നപ്പോൾ പോലും മേയർ കുറ്റപ്പെടുത്തി സാറിനെ. ഇത് സാറ് പറയുമ്പോൾ സാറ് പറയുന്നത് MLA എടുത്ത് ചോദിക്കാൻ. MLA എടുത്ത് ചോദിക്കാനല്ലോ, സംസ്ഥാന സർക്കാരോട് ചോദിക്കണം. ഇപ്പൊ MLA വന്ന MLA ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പോയി MP എടുത്ത് ചോദിക്കണേ, ഇവിടെ നിന്ന് MP ഇല്ലേടെ, അയാൾ എന്തെങ്കിലും ചെയ്തോളെന്ന് ചോദിക്കും. നമുക്ക് തമ്മിലടിയല്ല സാറേ നമുക്ക് ആവശ്യം. ഇപ്പൊ സാറിന്റെ അടുത്ത് വരുമ്പോൾ സാറ് പറയുന്നതോ അല്ല എന്ത് പറയുന്നുള്ളതല്ല, ഞങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, സാർ ഞങ്ങളോട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരും? ഞാൻ പറഞ്ഞാൽ രണ്ടും രണ്ട് വിഷയമാണ്. കടലാക്രമണ പ്രതിരോധം ഒരു വിഷയവും ആളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ നഷ്ടപരിഹാരത്തോട് കിട്ടുന്നത് രണ്ടാമത്തെ വിഷയം. അത് രണ്ടാമത്തെ വിഷയം ഒരു പൊതു പ്രശ്നമാണ്. സംസ്ഥാനത്തൊട്ടാകെ രൂപം കൊള്ളേണ്ടത് ഇവിടെ മാത്രമല്ല, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന സുരക്ഷിതമല്ലാത്ത വീടുകൾ മാറ്റിപ്പാർപ്പിക്കാൻ 10 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ളത് സംസ്ഥാനത്തൊട്ടാകെ ബാധകമാണ്. ഇവിടെ പുലിമുട്ടോട് കൂടിയിട്ടുള്ള കടൽഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നമാണ്. അതുന്നയിച്ചുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം നമുക്ക് ഒരുമിച്ച് കൂട്ടായി മുന്നോട്ട് പോകാൻ ഞാനും മുമ്പിൽ നിൽക്കാം, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഒന്ന്. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത്, സംസ്ഥാനത്തൊട്ടാകെ മത്സ്യത്തൊഴിലാളികൾ ആകെ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അതിനും നിൽക്കാം. ഇവിടെ രണ്ട് വിഷയങ്ങൾ നിങ്ങൾ രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെ അതല്ല പ്രശ്നം. 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, അവർ എഗ്രിമെന്റ് വെച്ചു, സമ്മതിച്ച പൈസ പോലും കൊടുക്കുന്നില്ല. ആ പൈസ അതാണ് അവിടെയാണ് പ്രശ്നം. ആ 10 എഗ്രീഡ് ആയിട്ടുള്ള 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് കളക്ടറുമായിട്ട് സംസാരിക്കാം. വിവരങ്ങളുമായി സുജിത്ത് ചേരുകയാണ് കൊല്ലത്ത് നിന്നും. സുജിത്ത്, ജനകീയ സമരവുമായി മുന്നോട്ട് പോകാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കൊല്ലം മുണ്ടക്കൽ പാപനാശം ഭാഗത്തെല്ലാം തന്നെ നിരവധി വീടുകളാണ് കടലെടുത്തത്. ഈ സാഹചര്യത്തിൽ ഇവർ ശക്തമായ പ്രതിഷേധത്തിൽ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവരുടെ പ്രതിഷേധം ഇവർ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് മുമ്പ് തന്നെ വിവിധ ഇടങ്ങളിലൂടെ ഈ കടൽ കയറി നിരവധി വീടുകൾ ഈ പ്രദേശത്ത് തന്നെ തകർന്നിരുന്നു. കൂടാതെ ഇന്നലെ ഉണ്ടായ ഈ ഒരു സംഭവത്തോടുകൂടി നിരവധി അതിനുശേഷവും നിരവധി വീടുകൾ തകർന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ ആരും തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നടു റോഡിൽ കഞ്ഞി വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത്. വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ സമരം ശക്തമായതോടുകൂടി നിരവധി രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ കടലോര മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. അവരോട് ഈ നാട്ടുകാർ അവരുടെ പ്രതിഷേധം വളരെ ശക്തമായി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രതിഷേധം ശക്തമായിരിക്കുന്നു. ആളുകൾ അവർക്ക് പല കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം ഒന്ന്, അവരുടെ നഷ്ടപ്പെട്ടവരുടെ വീടുകൾ വീടുകൾ എത്രയും പെട്ടെന്ന് അവർക്ക് നിർമ്മിച്ചു നൽകണം, ഇവരെ പുനരധിവസിപ്പിക്കണം. അതുപോലെ തന്നെ ഈ പ്രതിഭാസം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ട്, ഈ പ്രദേശത്ത് അത്യാവശ്യമായി പുലിമുട്ട് സ്ഥാപിക്കുക. അതിനപ്പുറത്തായിട്ട് ഇതിന് കുറച്ചപ്പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു പുലിമുട്ടായിരുന്നു, അത് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം ഇവർ ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീടുകൾ നഷ്ടപ്പെട്ടവരെ അടിയന്തരമായി ഇവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇവർക്ക് തുറമുഖ വകുപ്പിൽ നിന്നും കഴിഞ്ഞ കാലത്ത് ഇവരെ ഈ കടലോര മേഖലയിൽ നിന്നും മാറ്റി താമസിക്കുമ്പോൾ ഇവർക്ക് 6 ലക്ഷം രൂപ 650 സ്ക്വയർ ഫീറ്റിന്റെ വീട് നിർമ്മിച്ചു നൽകാമെന്ന തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ അത് അവർക്ക് നൽകിയ തുക അപര്യാപ്തമാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്.
എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ കടലോര മേഖല, കൊല്ലത്തെ കടലോര മേഖല സാക്ഷിയാകുന്നത്. ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു പ്രതിഷേധം നടക്കുന്നത്. നടു റോഡിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആ കഞ്ഞിയാണ് അവരെല്ലാവരും തന്നെ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DCC കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. നമുക്ക്